അമൽ കോളേജ് ഓട്ടോണമസ് ആയതുകൊണ്ട് ഈ വർഷം മുതൽ UG PG ഒക്കെ അഡ്മിഷന് കോളേജിൻ്റെ പോർട്ടലിലാണ് കുട്ടികളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലിങ്ക് വഴി ആപ്ലിക്കേഷൻ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിലിവിടെ ഇൻസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് ഡെസ്ക് ഒക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ നോഡൽ ഓഫീസറുടെ നമ്പർ അങ്ങനത്തെ കാര്യമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡൗൺലോഡ്സിൽ പോയാൽ ഒരു ചെറിയ ബ്രോഷർ, ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഈ കോൺടാക്ട് ഡീറ്റെയിൽസിൽ പിന്നെ ഒരുപാട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ HODമാരുടെ നമ്പർ, അതേപോലെ ഓഫീസിൻ്റെ, പ്രിൻസിപ്പളുടെ, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കംപ്ലീറ്റ്ലി നമുക്ക് ആവശ്യമുള്ള മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ്റെ ഒക്കെ നമ്പറുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹോം പേജിൽ പോയിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ രജിസ്റ്ററാണ് എടുക്കേണ്ടത്. അതിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, ഫോൺ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ കൊടുത്താൽ നമുക്കൊരു OTP വരും. ആ OTP വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് ലോഗിൻ ചെയ്യാം. പിന്നീട് നമ്മൾ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും നമ്മുടെ ഇമെയിൽ IDയും അതിലേക്ക് വന്നൊരു പാസ്വേഡ് ഉണ്ടാകും. അത് വെച്ചിട്ട് നമുക്ക് പിന്നെ എപ്പോഴും എന്ത് ചെയ്യാം, ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് കിട്ടുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഫുൾ വായിച്ച് നോക്കാം. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള സെക്ഷനാണ്. ഇവിടെ നമ്മൾ എല്ലാം തെറ്റിക്കാതെ ക്യാപിറ്റൽ ലെറ്ററിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോണ്, മൊബൈൽ നമ്പർ, നമ്മുടെ അഡ്രസ്സ്, കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്, എല്ലാ സാധനങ്ങളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് റിലീജിയൻ, കാറ്റഗറിയൊക്കെ കറക്റ്റായിട്ട് കാസ്റ്റൊക്കെ ഫില്ല് ചെയ്യുക. ഈ സ്റ്റാർ ഉള്ളത് നിർബന്ധമായിട്ടും വേണം, മറ്റത് നമ്മൾ ഓപ്ഷണലാണ്. എന്നാലും ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ ഫില്ല് ചെയ്ത് വെക്കുക. കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം, അത് റിസർവേഷനൊക്കെ ബാധിക്കുന്ന സാധനമാണ്. പിന്നെ ഗാർഡിയൻ ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. അതുപോലെ പിന്നെ മാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. നമുക്ക് +2 CBSE ഏതാണെങ്കിലും അതെല്ലാം ഇതിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. VHSE ഒക്കെ നമ്മുടെ രജിസ്റ്റർ നമ്പർ, മാർക്ക്, കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൽ എഴുതുക. ഈ സെക്ഷനിൽ എന്തെങ്കിലും നമ്മുടെ പേപ്പർ കാണാതിരിക്കുക, അങ്ങനെയൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ആദ്യമെല്ലാം നിങ്ങൾ തന്നെ സ്വയം ശ്രമിച്ച് നോക്കുക, എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്യുക. അടുത്താണ് പ്രോഗ്രാം പ്രിഫറൻസ്. നമുക്ക് 3 ഓപ്ഷനാണ് മിനിമം കൊടുക്കേണ്ടത്. നമുക്ക് എയ്ഡഡെന്നും സെൽഫ് ഫിനാൻസിങ് നോക്കിയിട്ട് ഏതൊക്കെയാണ് കോഴ്സുകൾ വെച്ച് നമുക്ക് പിക്ക് ചെയ്യാം. ദെൻ 8 ഓപ്ഷൻ വരെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ 8 ചോയ്സ് വരെ ഒരേ സമയം കൊടുക്കാം. നിലവിൽ 12 UG പ്രോഗ്രാമുകളിലേക്കാണ് ഈ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 8 എയ്ഡഡും 4 സെൽഫ് ഫിനാൻസിലും ഉള്ളത്. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റഡി എന്നുള്ളിടത്ത് നമ്മൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ കൊടുക്കുക. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട, നമുക്ക് എന്തെങ്കിലും ബോണസ് മാർക്ക് കിട്ടാണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസർവ്, വേറെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അങ്ങനത്തെയൊക്കെ കോട്ട, NSS, NCC ഇതിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് S കൊടുക്കുക. S കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൂഫ് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ പ്രൂഫ് അപ്ലോഡ് ചെയ്യുക. പ്രൂഫ് കിട്ടിയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേഷനും അപ്ലോഡ് ചെയ്യാം, അവിടെ കമ്പൽസറി ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഒറിജിനൽ പ്രൂഫ് വെരിഫിക്കേഷനൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നമ്മൾ കോളേജിൽ നിന്നാണ് ചെയ്യുന്നത്. പക്ഷേ വെറുതെ തെറ്റായ ഒരു സാധനം കൊടുത്തിട്ട് പ്രൂഫില്ലെങ്കിൽ നമുക്ക് ഒരു ക്ലെയിം ഉണ്ടാവില്ല. നമ്മുടെ ആപ്ലിക്കേഷനിൽ പ്രൂഫ് ആ മാർക്കില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഉണ്ടാവുക ആ രീതിയിലേ പറ്റുള്ളൂ. ദെൻ നമ്മൾ 12th സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. +2 മാർക്ക് ലിസ്റ്റ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുമല്ലോ, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്, അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫയലിൻ്റെ ഇത് കുറവാകും. ഫോട്ടോ എടുത്തിട്ടും അപ്ലോഡ് ചെയ്യാം. ദെൻ നമുക്ക് വരുന്ന ഫോട്ടോ അപ്ലോഡിങ് ഉണ്ട്. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി അവിടെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പേയ്മെൻറ്റാണ്. അത് പേയ്മെൻറ്റ് അത് തന്നെ ഫിക്സ് ചെയ്തിട്ട് കാണിക്കും. നമ്മുടെ കാറ്റഗറിക്ക് അനുസരിച്ച് 250 ജനറലായിട്ട്, SC STക്കാർക്ക് മാത്രം 125 ഉള്ളത്. നമ്മുടെ അടുത്ത് ഇത് റേസർ പേ വഴിയാണ്. അപ്പോൾ എന്താണോ ഉള്ളത്, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഫോൺ പേ, ഗൂഗിൾ പേ, നെറ്റ് ബാങ്കിങ് എല്ലാം അത് സപ്പോർട്ട് ചെയ്യും. അതും കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലൈസ് കൊടുത്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നതും കാര്യങ്ങളൊക്കെ ഇതേ പോർട്ടലും കോളേജ് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അതിനനുസരിച്ചാണ് നമ്മൾ ഫർദർ അലോട്ട്മെൻറ്റ് ചെയ്യുക. നിലവിൽ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ 9-ാം തീയതി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 13-14 റേഞ്ച് ആകുമ്പോഴേക്ക് നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം.